ഹലോ ട്രേഡേഴ്സ്. ഓക്കെ, നാളെ ബഡ്ജറ്റ് ആണല്ലോ. ജസ്റ്റ് നിഫ്റ്റിയുടെ ലെവൽസ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന വീക്കിൻ്റെ ലെവൽസിൽ. ഇന്ന് നിഫ്റ്റി വീക്കിൻ്റെ ലാസ്റ്റ് ബൈയിങ് നടന്ന ലെവലിൽ നിന്നാണ് മൂവ് ചെയ്തേക്കുന്നത്. ഓക്കെ, വീക്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ലെവൽസ് പ്രീവിയസ് വീക്കിൻ്റെ ലോയും അതിന് മുന്നത്തെ വീക്കിൻ്റെ ഹൈയും ആണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇത് അപ് ട്രെൻഡ് ക്വാർട്ടറിന്റെ ലെവലിനെ ബ്രേക്ക്ഔട്ട് ചെയ്ത് നിൽക്കുന്ന അപ് ട്രെൻഡ് തന്നെയായിരുന്നു. ഇപ്പോൾ അത് സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. വോളിയം ഒന്നും ഇൻക്രീസ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും നമുക്ക് മോണിറ്റർ ചെയ്യേണ്ട ലൊക്കേഷൻസ് ഇതൊക്കെയാണ്, ഈ ലെവൽസ്. ഓക്കെ, ഈ ലെവൽസ് അപ്സൈഡിൽ പോകുമ്പം ഉള്ള ലെവലാണ് 24739. ഓക്കെ, നമുക്കതിനെ ഒരു 24700 ആ ലെവലിലോട്ട് മാറ്റാം. ഓക്കെ, ഇതാണ് അപ്സൈഡിലോട്ടുള്ള ലെവല്. ഓക്കെ, ഇതിന് നിഫ്റ്റിക്ക് നാളെ മുകളിലോട്ട് പോകണമെങ്കിൽ ഇന്നത്തെ ദിവസം ഓപ്പൺ ആയത് താഴാണ് അല്ലേ. നമ്മുടെ സപ്പോർട്ട് ലെവൽസിനും വീക്കെൻഡ് ലെവൽസിനൊക്കെ താഴെ ഓപ്പൺ ആയിട്ട് ഈ ലെവലിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീക്കാണെങ്കിൽ ഉണ്ടാക്കേണ്ടത് പുതിയ ലോ ആയിരുന്നു. ഇതുവരെ ഇത് പുതിയ ലോകളൊന്നും ബിൽഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ സപ്പോസ് നാളെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പൺ താഴാണെങ്കിൽ പോലും ഈ ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഫസ്റ്റ് മൂവ്മെന്റ് അപ് ടു ഈ ലെവൽ വരെയായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഇതിന്റെ ആക്ച്വൽ ലെവല് ഇതാണ്. ഞാൻ അതിന്റെ സ്ട്രൈക്ക് പ്രൈസിന്റെ ലെവൽ മാർക്ക് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് അപ്സൈഡിലോട്ട് നമുക്ക് വരുന്ന ലെവൽസ്. ഓക്കെ, ഡൗൺ സൈഡിൽ ഈ ലെവല് നിങ്ങൾ മോണിറ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നിഫ്റ്റിക്ക് വീഴണം, അതായത് നിഫ്റ്റി ഫാൾ ആവണമെങ്കിൽ ഇന്നത്തെ ഈ ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്താലേ ഫാൾ ആവുള്ളൂ. അതായത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ആ ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. ഓക്കെ, ഇത് ബ്രേക്കിംഗ് സൈഡ് ലെവലാണ്. ഓക്കെ, അപ്പോൾ ഈ ലെവലിൽ ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാതെ നിഫ്റ്റിക്ക് ഫർദർ ഫാള് നമുക്ക് എക്സ്പെക്ട് ചെയ്യണ്ട. എന്നാലും ഇതിന്റെ ഹൈ എന്നാണ് ഇപ്പോൾ സപ്പോർട്ട് എടുക്കാൻ നോക്കിയേക്കുന്നത്. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ലെവൽ. ഓക്കെ, ഈ ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഇത്. ഓക്കെ, ഡൗൺ സൈഡിലോട്ട് നിങ്ങൾ നോക്കേണ്ട ലെവൽസ് ആയിരുന്നു. നിഫ്റ്റി ഈ ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്താലേ ഫർദർ ഫാൾസിനുള്ള ചാൻസസ് ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺ സൈഡിലോട്ട് നിഫ്റ്റി പോവുകയാണെങ്കിൽ അപ് ടു ഈ ലെവൽ അല്ലെങ്കിൽ ഈ ലെവൽ. ഓക്കെ, ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാതെ നിഫ്റ്റി വീഴില്ല. ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാതെ നിഫ്റ്റി മുകളിലും പോവില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ റേഞ്ച് നിഫ്റ്റിയിലെ. ഓക്കെ ആണോ? ഈ ലെവൽസ് നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യാം മാർക്ക് ചെയ്തിട്ട്. ഓക്കെ, കൺഫർമേഷൻ എടുക്കേണ്ട, അപ്സൈഡിലോട്ട് കൺഫർമേഷൻ എടുക്കേണ്ട ലെവലാണ് ഇത്. ഈ ലെവൽസിന് മുകളിൽ ഓപ്പൺ ആയിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് അപ്സൈഡിലെ കൺഫർമേഷൻ എടുക്കണം. ഓക്കെ, വലിയ ഫാള് നിഫ്റ്റിയിൽ വരണമെങ്കിൽ നിങ്ങൾ മോസ്റ്റ്ലി നോക്കേണ്ടത് ഈ റെസിസ്റ്റൻസിനെ നിങ്ങൾ സെല്ലിങ്ങിനെ പ്രിഫർ ചെയ്യാവും, അല്ലെങ്കിൽ ഈ ലെവൽസിന് താഴെയുള്ള സെല്ലിങ്. ഓക്കെ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുവാണെങ്കിൽ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്, ഡൗൺ സൈഡിലും അപ്പ് സൈഡിലും ഉള്ള. ഓക്കെ.